പൊന്നെ, ഇതെന്തോന്നടി ഇതിനകത്ത് ജിടെക്കിന്റെ കമ്പ്യൂട്ടറാ? എന്തൊരു ഭാരം ഇത്. എന്റെ ചേട്ടാ, നമ്മൾ 3-4 ദിവസത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഡ്രസ്സുണ്ട്, എന്റെ മേക്കപ്പ് സാധനങ്ങളുണ്ട്, എന്തെല്ലാം സാധനം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ വെയിറ്റ് കാണൂലേ? ഒരു ബാഗ് മൊത്തം നിന്റെ മേക്കപ്പ് സാധനങ്ങളായിരിക്കും. ഓ, അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്യണ്ട. ചെയ് ആവശ്യം പോലെ ചെയ്. ആഹാ, ഇവിടെ ഒരാളുണ്ടായിരുന്ന. ഹലോ ചേട്ടാ, ഊട്ടിയിലോട്ടുള്ള ബസ് പോയായിരുന്നാ? പൊട്ടനാന്നോ തന്നെ. ഹലോ, ഊട്ടിയിലോട്ടുള്ള ബസ് പോയായിരുന്നാ? ഊട്ടിയിലോട്ടുള്ള ബസ്സാ? ചെവി കേക്കായിരുന്നു. പൊട്ടനല്ല. ആ, ഊട്ടിയിലോട്ടുള്ള ബസ് പോയായിരുന്നാ? നിങ്ങൾക്ക് ഊട്ടി മൂന്നാർ പോകാനായിട്ട് 3.5 മണിക്കൂറായിട്ട് കാത്തിരിക്കാണ്. ഇതുവരെ ഒരു വണ്ടിയും പോയില്ല. ആ, സാധാരണ വണ്ടി അതും മൂന്നാറല്ല. അത് മൂന്നാറാണ്. അല്ല, ആണ്, മൂന്നാർ വണ്ടിയാണ്. അത് മൂന്നാറാണ്. മൂന്നാർ ഇങ്ങനെയാണ് എഴുതണത്. ഹലോ, ആളുണ്ട്, ആളുണ്ട്. ഹലോ, മൂന്നാറെന്ന് എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ. കഷ്ടം. എടി, കറക്റ്റ് 10:30 തന്നെ ഊട്ടിയിലോട്ടുള്ള ബസ് വരുമോ? ഈ വാസന്തിയാണ് പറയുന്നത് കറക്റ്റ് 10:30 മണിക്ക് തന്നെ ബസ് വരും. ഞാൻ എത്ര പോയേക്കുന്നു? അല്ല, എന്റെ കൂട്ടുകാർ എത്ര പോയേക്കുന്നു? ആ, അത് കൂട്ടുകാരിയാണാ കൂട്ടുകാരനാണെന്ന് ഞാൻ അറിയുന്ന ദിവസമാണ് നിന്റെ കൂട്ടുകാരന്റെ കൂട്ട് ഞാൻ വെട്ടും. നിന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ഞാൻ നല്ലവണ്ണം വാച്ച് ചെയ്യുന്നുണ്ട്. ഈ അന്നെങ്കിലും ആരെങ്കിലും ഉണ്ടെന്ന് അറിയുന്നതിന്റെ അന്നാണ് നിന്റെ മണ്ട അടിച്ച് ഞാൻ കീറുന്നത്. സുരേ, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്തെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ആ, അത് കറക്റ്റാണ് കേട്ടാ. ഇവക്ക് ഫേസ്ബുക്ക് എന്തെന്ന് അറിഞ്ഞുകൂടാ, ഇൻസ്റ്റ എന്തെന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെ ഇൻസ്റ്റ ഞാൻ പരിശോധിച്ചപ്പം ഫോളോവേഴ്സ് 18,000 കഴിഞ്ഞ്. അവക്ക് ഒരു വക അണിഞ്ഞൂടാ. അയ്യോ സുരേ, ഓ എന്റെ പൊന്നേ, ഈ ഒരു പിടുത്തമാണ് എന്നെ ഇതുവരെയും കൊണ്ടെത്തിച്ചത്. നിനക്കറിയാമോ ചക്കരെ? പറ. അടുത്ത മാസം ഭീമ ജ്വല്ലറിന്ന് 1 പവന്റെ സ്വർണ്ണോണ് വാങ്ങിച്ചേരായിരിക്കുന്നത്. സത്യം? അമ്മേണ. നിനക്കറിയാമോ, ഗോവിന്ദണ്ണന്റെ കോൺക്രീറ്റ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഊട്ടിക്ക് പോകാൻ തീരുമാനിച്ചത്. കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത്? ആ വീട് മൊത്തം തേച്ചത് നിങ്ങളല്ലേ? ഞാൻ തന്നെ തേച്ചത്. പക്ഷെ ഈ നാട്ടിലെ ഏറ്റവും വലിയ തേപ്പുകാരി നീ എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. സൂരേ, ഓ എന്റെ പൊന്നേ, ഈ ഒരു പിടുത്തമാണ് എന്നെ ഇതുവരെയും കൊണ്ടെത്തിച്ചത്. നമുക്ക് ഊട്ടിയിൽ പോയി അടിച്ചു പൊളിക്കാമേ. വീട് ഇല്ല. വീടന്നേ ഇല്ല. വീട്. ആൾക്കാർ വിട്ട്. ഹായ്, എവിടെ പോവാൻ? ഊട്ടി പോവാനാ? ഊട്ടിയിലായിരിക്കും. എന്നാ തന്നെ നോക്കണം കേട്ടാ. ബസ് വരും കേട്ടാ. ഇത് തന്നെ ആള്. ഇത് തന്നെ. എന്നെ മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? ഇവിടെ പെണ്ണാണെന്ന് മനസ്സിലായി. എന്ത് ആവശ്യമില്ലാത്ത അഭ്യാസം മനസ്സിലായോ? അഭ്യാസം ഇറക്കാനായിട്ട് ഞാൻ കളി അഭ്യാസം. നീ കാര്യം പറയടേ. കാര്യം പറഞ്ഞു കൊടുക്കടി. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ ഇത് കേൾക്കണം. ഇയാളുണ്ടല്ലോ, രാത്രിക്ക് രാത്രി ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് ആണ്. ഞാനാ? പിന്നല്ലാതെ. സുരു, ഇത് എന്തോന്നൊക്കെ കേൾക്കുന്ന സുരു? എന്റെ അമ്മയാണ് അങ്ങനെ ഒരു സംഭവം. എനിക്ക് ഇവർ രണ്ടുപേരും അറിഞ്ഞൂടാ. ഈ അനാവശ്യപ്പെടുന്ന നിനക്ക് ആള് മാറിപ്പോയേട്ടാ. ഒരാളും മാറിയില്ല ചേച്ചി. ഇയാളുടെ പ്രൊഫൈൽ പിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ആന്തോറിയം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രൊഫൈൽ പിക്കാണ്. അത് സുരുവിന്റെ അക്കൗണ്ട് അല്ലേ സുരു? ആ, നിന്റെ പേര് സുരേഷ് ഒന്നല്ലടാ? സുരേഷ് തന്നെ. എന്ത്? വീട്ടിലൊരു ഷെഡിൽ ഒരു വണ്ടി കിടന്നിട്ട് വീണ്ടും ലോൺ എടുത്ത് എന്തിനാ വേറൊരു വണ്ടി വാങ്ങിക്കാൻ നീ നിൽക്കണേ? ആ, അങ്ങനെ 2 വണ്ടി ഷെഡിൽ കിടക്കുമ്പോഴത്തേക്കും നല്ല ഗെറ്റപ്പായിരിക്കും. പിന്നെ ഇവ എന്തോന്ന് പറയുന്നത്? അനാവശ്യം പറയരുത് കേട്ടാ. നിനക്ക് അടി കൊള്ളാത്തൊരു കുഴപ്പമാണ്. ഏത്? നിനക്ക് അടി കൊള്ളാത്തൊരു കുഴപ്പമാണ്. മനസ്സിലായി? നിനക്കൊക്കെ 2 അടികൊള്ളാം. ഞാൻ മനസ്സവാച കർമ്മം അറിയാത്ത കാര്യം പറഞ്ഞോണ്ട് അടിച്ച് നിന്റെ മുഖഷേപ്പ് ഞാൻ മാറ്റിക്കളയും. ഇല്ല സൂര്യ, എന്നെ ചതിക്കാനായിരുന്നു. ഞാൻ ഊട്ടിയിലും വരുന്നില്ല, ഒരു ചട്ടിയിലും വരുന്നില്ല. അയ്യോ, അങ്ങനെ പറയേ. നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. നിങ്ങൾ എന്താണ് ഇത്? എനിക്ക് മനസ്സിലാവണം. നിങ്ങൾ രണ്ടുപേരും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ ആരാണ്? ഈ തോന്നിവാസം ചെയ്തിട്ട് നീ ഇപ്പൊ ഞങ്ങൾ തോന്നിക്കാം. ഞാൻ എന്തോ തോന്നിവാസം കാണിച്ച്? നീ പറഞ്ഞോട് കാര്യം. ഇയാള് തന്നെയാണ് എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്നത് ചേച്ചി. സൂര്യ, എന്തോന്ന് സൂര്യ? നിക്ക് 2 സെക്കൻഡ്. ഇതെല്ലാം പോട്ട്. ഞാനാണ് മെസ്സേജ് അയക്കുന്നതെന്ന് വെച്ചോ. ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു? പറ. ഇയാൾ ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് അയച്ചില്ലേ, ഇവിടെ വാ നമുക്ക് ഊട്ടിക്ക് പോവാന്ന്. അയ്യോ, അപ്പൊ ഇവരെ ഊട്ടിക്ക് കൊണ്ടുപോകണുണ്ടോ സൂര്യ? എന്തോന്ന് സൂര്യ? എന്റെ പൊന്നു വാസന്തി, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അമ്മയാണ് സത്യം. എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങളോട് ഞാൻ ജീവിക്കത്തില്ല, ഞാൻ ചത്തു. എന്റെ പൊന്നെ, ഞാൻ അങ്ങനെ പറയല്ലേ. നിനക്കറിയാലേ ഞാൻ നിന്നെ അങ്ങനെയല്ലേ നോക്കണത്. എടാ, സത്യം പറയടാ. നിനക്ക് എങ്ങനെ അറിയടാ? നിന്നെ അറിയാം. നീ ഈ പോക്കത്തെ കാണിച്ചോ. നിന്നെ അന്വേഷിച്ചു ഇവിടെ വന്ന ഞങ്ങള്. നിന്നെ അന്വേഷിച്ചതാ. നിന്നോട് മര്യാദയ്ക്ക് പറയണേ. മര്യാദയ്ക്ക് പോ. സത്യാവസ്ഥ പറഞ്ഞോ. സത്യാവസ്ഥത്തിൽ സത്യം പറഞ്ഞപ്പോ നിനക്കൊന്നും എത്ര ബുദ്ധിമുട്ട്? കൊച്ചെ, മര്യാദയ്ക്ക് സത്യാവസ്ഥ പറഞ്ഞോ. ഒരു സത്യാവസ്ഥ എനിക്ക് പറയാനല്ല. ഇയാൾ എന്റെ അടുത്ത് കാണിച്ചതേ എനിക്ക് പറയാനുള്ളൂ. നീ ഉണ്ടല്ലോ, നീയൊക്കെ തോന്നിയ ദിവസം കാണിക്കാം. ഞങ്ങളെ കുടുംബം ചേട്ടാ,
ഒരു മിനിറ്റ് ഇതൊരു TV പ്രോഗ്രാമാണ് കേട്ടോ, അല്ലാതെ മറ്റൊരു പരിപാടിയൊന്നും അല്ല. അതുകൊണ്ട് ഈ TV പ്രോഗ്രാം അവിടുന്ന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ? അതുകൊണ്ട് ആ വണ്ടിക്കകത്ത് ക്യാമറ വെച്ചിരിക്കുകയാണ്, അവിടുന്ന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് എന്തോ പരിപാടി? ഇത് ഓ മൈ ഗോഡ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്, കൗമുദി ചാനലിന്റെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന പ്രോഗ്രാം. കൗമുദി ചാനലല്ലേ മറ്റേ അലിയൻസ് ഒക്കെ പറഞ്ഞ ആ ചാനലിൽ തന്നെ വരുന്ന പ്രോഗ്രാമാണ് ഓ മൈ ഗോഡ്. അല്ല, ഓ മൈ ഗോഡ് നമ്മൾ കാണാറുണ്ട്, പക്ഷെ ഇവരെ മനസ്സിലായില്ല. വേഷം മാറിയൊക്കെ വരാൻ പറ്റൂ, അല്ലാതെ നമുക്ക് വരാൻ പറ്റില്ലല്ലോ. വിഷമമായേട്ടാ. നമ്മൾ ആകെ ടെൻഷൻ ആയി പോയി. അല്ല സാർ, ഇത് ഫുള്ള് ഷൂട്ട് ചെയ്തായിരുന്നോ? ഇത് ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് ടിവിയിലൊക്കെ വരുമോ? ടിവിയിലും വരും, യൂട്യൂബിലും വരും, ഫേസ്ബുക്കിലും വരും. നാട്ടുകാരും വീട്ടുകാരൊക്കെ കാണുമോ? പിന്നെ എല്ലാവരും കാണും. മറ്റന്നാൾ മുതൽ നിങ്ങൾ ഇനി വൈറൽ താരങ്ങളാണ്. പരിപാടിയിൽ പങ്കെടുത്തതിന് ചേർന്ന് സമ്മാനങ്ങൾ ഒരുപാടുണ്ട്. ഹാപ്പി നൽകുന്ന SLK ഫുഡ് പ്രോഡക്റ്റ് നൽകുന്ന സമ്മാനം, G-Tech നൽകുന്ന സമ്മാനം, കേരള ബാങ്ക് നൽകുന്ന സമ്മാനം, ഒപ്പം ഭീമയുടെ ഒരു സൂപ്പർ സമ്മാനവും ചേട്ടനുണ്ട്. എന്താണെന്ന് പറഞ്ഞാലും ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റൂല. കാര്യം എന്ത്? ഇത് ടെലികാസ്റ്റ് ചെയ്താലേ എന്റെ ഭാര്യയും കാണും, എവളെ ഭർത്താവും കാണും. രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോഴെന്നെ വെട്ടി കൊല്ലുകയും ചെയ്യും. ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ ഞങ്ങള് ബെസ്റ്റുകളാ. ഈ ഷൂട്ട് ക്യാൻസൽ. ടെൻഷൻ പിടിച്ച ജീവിതത്തിനിടയിലും മലയാളിയുടെ പച്ചയായ ജീവിതത്തെ തുറന്നുകാട്ടുന്ന പ്രാങ്ക് പ്രോഗ്രാമാണ് ഓ മൈ ഗോഡ്. 1000ന്റെ നിറവിലെ അളിയൻസിന് ഞങ്ങളുടെ ഹൃദ്യമായ സ്നേഹാശംസകൾ.